നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരും എന്നാണല്ലോ ഇവിടെ നമ്മുടെ കായിക മന്ത്രിയും അങ്ങനെയുള്ളവരൊക്കെ പറയുന്നത്. പക്ഷേ ഇവാൻ വുക്കുമനോവിച്ച് പറയുന്നു മെസ്സി വരുമെന്ന് കരുതുന്നില്ല. ഇനി വന്നിട്ടും ഇന്ത്യൻ ടീമിന് കാര്യമൊന്നുമില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു. മനോരമ ന്യൂസാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മനോരമയോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അത്. അവരുടെ manora-news.com നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ വാർത്ത പറയുന്നത്. അതിലിങ്ങനെയാണ്: മെസ്സി വരുമെന്ന് കരുതുന്നില്ല, വന്നിട്ടും ഇന്ത്യൻ ടീമിന് കാര്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതായിട്ട് കോട്ട് ചെയ്യുന്ന വാക്കുകൾ നോക്കാം. ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറ്റേഷ്യൻ രാജ്യങ്ങളിലെ ടീമുകളുമായി മത്സരിക്കാനുള്ള മികവ് ഇന്ത്യൻ ടീമിന് ഇല്ലെന്നായിരുന്നു വുക്കുമനോവിച്ചിൻ്റെ പ്രതികരണം. മറ്റ് രാജ്യാന്തര ടീമുകളുമായി താരതമ്യം ചെയ്യാനുള്ള തലത്തിലുള്ള ഒരു കളിക്കാരും ടീമിലില്ല. പുതിയ താരങ്ങൾ ഉയർന്നു വന്നാൽ മാത്രമേ ടീമിന് വളരാനാകൂ. ഫെഡറേഷൻ ഇതിനായി പുതിയ പദ്ധതി രൂപീകരിക്കണം. അർജന്റീന ഇതിഹാസം ലയണൽ മെസ്സിയുടെ കേരള സന്ദർശനത്തെക്കുറിച്ചായിരുന്നു അടുത്ത ചോദ്യം. മെസ്സി ഇന്ത്യയിലേക്ക് വരുമെന്ന് താൻ കരുതുന്നില്ല. ഇന്ത്യയിലേക്ക് വന്നാൽ തന്നെ അപ്പോഴുള്ള ഹൈപ്പ് എന്നല്ലാതെ ഇന്ത്യൻ ഫുട്ബോളിന് മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല. മെസ്സിയുടെ വരവ് കൊണ്ട് പുതിയ കുട്ടികൾ ചിലപ്പോൾ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നേ ഉള്ളൂ എന്നും വുക്കുമനോവിച്ച് കൂട്ടിച്ചേർത്തു എന്നാണ് ഇപ്പോൾ ഈ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. മെസ്സിയെ കൊണ്ടുവന്നതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. മെസ്സി വരുമെന്ന് താൻ കരുതുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അതിലെന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അർജന്റീനയുടെ ഒക്ടോബർ നവംബർ മാസത്തെ ഷെഡ്യൂൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അവിടുത്തെ ചില മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത് ഇന്ത്യ അവരുടെ പ്ലാനിലില്ല എന്നുള്ളതാണ്. കണ്ടറിയണം എന്ത് സംഭവിക്കുമെന്ന്. അതുപോലെ തന്നെ വുക്കുമനോവിച്ച് മലയാളികൾക്ക് തന്നോടുള്ള മനോഭാവത്തെക്കുറിച്ച് പറഞ്ഞതായിട്ട് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ നാട്ടിൽ വരെ മലയാളികളുണ്ട്. ഇന്നും തന്നെ പിടിച്ചു നിർത്തി മലയാളികൾ വിശേഷം ചോദിക്കാറും സൗഹൃദം പങ്കിടാറുമുണ്ടെന്നും മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പറഞ്ഞു. ഏതായാലും ഇവാൻ വുക്കുമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു കോച്ചാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.